ബാങ്കിലല്ല ഡ്യൂട്ടി. അല്ല, ഇവിടെ കയറാണെങ്കിൽ എംബിയൊക്കെ വേണം. ഇവിടെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് എന്നോട് ആദ്യമേ തന്നെ പറഞ്ഞില്ലേ? ഇതാര്? ജിജോയും സജിയോ? നിങ്ങൾ കുറേ വിശേഷമൊക്കെ പറഞ്ഞിരിക്കുക, ഒന്ന് കൈകാര്യം ചെയ്താണം കേട്ടോ. പിന്നെ സജികളിയ പുതിയ കാറ് മേടിക്കാൻ പോകുന്നെന്ന് കേട്ടല്ലോ. ബെൻസ് ആയിരിക്കും അല്ലേ? ഓ, അത് വേണ്ടെന്ന് വെച്ചിട്ട് പണ്ട് 3 കാറിടാണോ ഫീസല്ലേ, ഇപ്പൊ തന്നെ 3 വെച്ചിട്ട്. അതിനല്ലെങ്കിൽ പുറകിലുള്ള ഇഷ്ടം പോലെ സ്ഥലം കിടക്കണേ. പുറകിലിടാനാണെങ്കിൽ പിന്നെ മാരുതി ഏറ്റുണ്ടോ പറയും. അതെ ചേച്ചി, ആന്റിബയോട്ടിക്സ് വല്ലതും ഉണ്ടോ? പനി കൂടുവാന്ന് തോന്നുന്നു. എടേ, അതൊന്നും ഇവിടെ അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടത്തില്ല ഇറക്കാം. പിന്നെ എന്നെ അങ്ങനെയൊന്നും കളിയാക്കാതെ. ഇത്രയും ഡെവലപ്പായ കൺട്രിയിൽ മരുന്ന് കിട്ടാനില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു. തൽക്കാലം നീ ഒന്ന് വിശ്വസിക്കും. ഒരു പനിയല്ലടാ ഉള്ളൂ, ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് നോക്കാം. കൊള്ളാം, ഇവിടുത്തെ ജീപ്പിമാരുടെ അതേ സ്വഭാവം. ജീപ്പിമാരോ? കേട്ടിട്ട് അതിൻ്റെ ഭീകരവാദികളെ പോലെ തോന്നുന്നു. അവന്മാരെയൊന്നും എനിക്ക് കാണണ്ട. അടുത്തെങ്കിലും വല്ലോ മെഡിക്കൽ ഷോപ്പ് ഉണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് മേടിച്ചോളാം. അതൊന്നും ഇവിടെ നടപ്പില്ല മോനെ, ഒക്കെ ഞങ്ങൾ പറഞ്ഞു തരാം. ഇപ്പൊ സമയം പോയി. അപ്പൊ ശരിയെന്നാ, നമുക്ക് വൈകിട്ട് കാണാം കേട്ടോ. ചങ്ങായി വൈൻ കുപ്പി ഒന്ന് ഓപ്പണാക്കേ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും പറയണമെങ്കിൽ ഇത്തിരി വൈൻ കൂടി വേണം. ഞാനങ്ങനെ കുടിക്കാറില്ലായിരുന്നു. അത് എങ്ങനെയാടാ മോനെ ശരിയാവാ? ഇവിടെ കപ്പിയോരെ കൈക്കാരനാവണമെങ്കിൽ പോലും കള്ളടിക്കണം. പള്ളിയുടെ പുറകെ കാറും, കാറിന്റെ പുറകെ ബാറും. നീ ഭക്തിപ്പാട്ടിയാണോ? അടുത്ത ആഴ്ച മിക്കവാറും പള്ളിയുടെ മുമ്പ് നിന്ന് ഓർഗം വായിക്കുന്ന കാണാം. എനിക്ക് ഓർഗം വായിക്കാൻ അറിയത്തില്ല കേട്ടോ. അതിന് ഓർഗം വായിക്കാൻ അറിയണമെന്ന് ആര് പറഞ്ഞു? ഇത് പഠിച്ചിട്ടാണ് ഇവിടെ എല്ലാവരും ഷൈൻ ചെയ്യുന്നത്. ഈ ഗമയിൽ വായിക്കുന്ന പോലെ അങ്ങനെ നിന്നാൽ മതി, ബാക്കിയെല്ലാം ഓർഗം തന്നെ ചെയ്തോളൂല്ലേ. സ്റ്റുഡൻറ് വിസയ്ക്കാണോ അമ്മ വന്നത്? ജോലി വല്ലതും നോക്കിയാ? കോഴ്സൊക്കെ തുടങ്ങി പതുക്കെ നോക്കാമെന്ന് കരുതി. ഓ, കോഴ്സൊക്കെ എങ്ങനെയാണ് നടക്കും? ഇഷ്ടം ജോലി വല്ലതും നോക്കിക്കോ. ഇപ്പൊ പഴയ മാതിരിയൊന്നല്ല, ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഏത് കോഴ്സിനാ വിസ അടിച്ചേക്കുന്നത്? ബയോകെമിസ്ട്രി. ഓ, കെമിസ്ട്രി പഠിച്ചിട്ട് തന്നെ എടുക്കാനാണേ. ഞാനും പഴയൊരു കെമിസ്ട്രി. എനിക്കെന്താ നേഴ്സിംഗ് ഒന്നും അഡ്മിഷൻ കിട്ടിയില്ലേ? മാർക്ക് കുറവാണ്. അത് പിന്നെ എൻ്റെ പൊന്നെങ്ങാതി ഇവിടെ നേഴ്സുമാരാണോ രക്ഷപ്പെട്ടു. ഇവിടെ ഓരോരുത്തരും ഹോട്ടൽ മാനേജ്മെൻറ്റും കഴിഞ്ഞ് നേഴ്സിനെയും കിട്ടി, PR-ഉം കിട്ടി. വയസ്സാൻ കാലത്തല്ലേ നേഴ്സിംഗ് പഠിക്കാൻ ഇറങ്ങിയത്. നിനക്ക് ഇപ്പോൾ തുടങ്ങിയ എന്താ കുഴപ്പം? എൻ്റെ കോഴ്സ് ഇതിനൊക്കെ കുറേ സമയം എടുക്കും. നീ വല്ല നേഴ്സും പിള്ളേരെ ലൈനടിച്ച് പെണ്ണിട്ടാൻ നോക്കും. എൻ്റെ കോഴ്സ് അറിയണ സമയം കൊണ്ട് എനിക്ക് PR-ഉം കിട്ടും, 3 പിള്ളേരും ആകും. പിന്നെ ഇപ്പോഴാണെങ്കിൽ എനിക്ക് മോർഗേജും കിട്ടില്ല. ഇതിനെനിക്ക് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. എൻ്റെ പൈതലെ, നീ വെറും ഒരു ശിശുവല്ല. ശിശു മോർഗേജ് എടുക്കാനേ ചുക്കിലേ വേണ്ട, ചുക്കിലി. അല്ലാതെ ആരോഗ്യമല്ല. നീ എന്നത് ഈ കാണിക്കണേ? ഷോ, ഇതിനകത്ത് കുറച്ച് മരക്കഷ്ണങ്ങളാണല്ലോ. ഇതെങ്ങനെ ഇനി കുടിക്കുന്നത്? ഒരു അരപ്പ് കിട്ടിയിരുന്നെങ്കിൽ. എൻ്റെ ഇഷ്ടമാണ്, ഇത് നശിപ്പിച്ചില്ല. ഇതിന് 5 ദിവസത്തേക്ക് ഉള്ളില്ല. നിന്നെ ആദ്യം പൂതി പഠിപ്പിക്കണമല്ലോ. സാരമില്ല, ഞങ്ങളൊക്കെ പഠിപ്പിച്ചുതരാം. ഫോർ എക്സാമ്പിൾ, നീ ഇങ്ങോട്ട് കാറ് വന്നപ്പോൾ ശ്രദ്ധിച്ചില്ലേ? ഇവിടെ ആരും ഡ്രൈവ് ചെയ്യുമ്പോൾ ഓൺ അടിക്കാറില്ല. ഞങ്ങളിങ്ങനെ പോന്നപ്പോൾ അളിയൻ്റെ കാറിൻ്റെ പുറകിലും സൈഡിലുമുള്ള കാറുകാർ മുഴുവൻ ഭയങ്കര ഹോണടിയായിരുന്നു. എന്നാ അതുകൊണ്ട് കാട്ടിക്കളാം. എടാ ശവി, നീ ഇപ്പോൾ റോട്ടിൽ കൂടെ നടന്നാണ്ട് പോകുന്നു. മുമ്പിലൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. നീ ഒന്നും ചെയ്യണ്ട, വെറുതെ 999 അങ്ങോട്ട് കുത്തിയാണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ആംബുലൻസുകാർ വന്ന് ബാക്കിയൊക്കെയാണ് നോക്കിക്കോളും. അതിൻ്റെ പുറകെ കേസും പൊക്കാറൊന്നും വരില്ല നമ്മുടെ നാട്ടിലെ പോലെ. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വല്ല അസുഖം വന്നാലോ? പിള്ളേരെ വിളിച്ചാൽ മതി, അവർ വന്ന് നോക്കിയോളും ബാക്കിയല്ല. എടാ ഇങ്ങനെ ഇവിടെ ക്രാങ്ങളെപ്പോലെ നമുക്ക് വഴുക്കുറയാൻ പറ്റുന്നേ. അപ്പം വിളിക്കില്ല ക്രാങ്ങൾ 999. ഇപ്പോൾ വരും പോലീസ്, നമ്മളങ്ങോട്ട് പോകും. ഇവിടെ എഴുത്തും വായനും പഠിക്കുന്നതിന് മുമ്പ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്ന വാക്കാണ് 999. അത്രയ്ക്ക് ഓർത്തിരിക്കേണ്ട സംഭവം അത്. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുക, ഷട്ടർ കളിക്കാൻ പോകണം. കളി ഇപ്പോൾ കഴിയാറായി കാണാം. എന്തുട്ട് ചവിസച്ചി പറയണേ? കളി കഴിഞ്ഞിട്ടുള്ള യഥാർത്ഥ കളിയാണ് തുടങ്ങണേ. 1 വർഷമായി വണ്ണം കുറയ്ക്കാൻ കളി തുടങ്ങിയിട്ട്. പെണ്ണുങ്ങളെ പറ്റിച്ച് കുറെ കള്ള് ചാമ്പിയതല്ലാണ്ട് വയറ് ഒരു തരി ഉറഞ്ഞാൻ കണ്ടില്ല. എങ്ങാതി എന്നാൽ അടുത്ത ആഴ്ച പള്ളിയും കാണാം. 3:30 കുർബാന. എൻ്റെ എങ്ങാതി താനൊരു 4:15 വന്നാൽ മതി. എപ്പോൾ വന്നാലും പള്ളിയിൽ കുർബാനയുണ്ട്. 4 ആളെ കണ്ടാൽ നമ്മുടെ റോയത്തിൻ്റെ വിചാരം ധ്യാനം നടക്കണം. കർത്താവേ, പനി കൂടുവാണോ? തലവേദനയും തുടങ്ങിയോ? ഇതെന്തൊരു നാടാണപ്പാ! ഒരു പനിക്ക് പോലും മരുന്ന് കിട്ടാനില്ലാത്ത രാജ്യമാണ്. അങ്ങനെയൊന്നും ആയിരിക്കില്ല. എല്ലാം ഫോണിൽ കൂടെ ആയിരിക്കും. ഇവിടെ പിള്ളേര് വിളിച്ചാൽ പോലും അവർ വരുമെന്നല്ലേ ചേട്ടായിയൊക്കെ പറഞ്ഞു. ഒന്നുമില്ലെങ്കിലും ഞാനൊരു PhD സ്റ്റുഡൻ്റ് അല്ലേ. എന്നാണേലും ഒന്ന് വിളിച്ചു നോക്കാം. നമ്പർ എന്തായാലും ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. 999. അതാ പറയുന്ന സായിപ്പിന് വിവരമുണ്ടോ? ഹലോ കർത്താവേ, ഇത് ഇംഗ്ലീഷ് തന്നെയാണോ? ഹലോ
യെസ്. ഓ ഐ നോ നീ ബോധർ. ഓ ആ വാക്ക് ഓർത്ത് നന്നായി. ആംബുലൻസ് ഇരിക്കട്ടെ. ഒരു ആംബുലൻസ് രൂപ 10 ലക്ഷമാണ് വിസ അടിക്കാൻ കൊടുത്തത്. എന്തോ ആയി. നോ ആയി നോ നീ ബോധർ. നീ പോടാ. ഓ എനിക്ക് പനിയാണെന്ന് അവർക്ക് മനസ്സിലായി കാണുമായിരിക്കും. Where's the patient? Me. I have പനി. I mean fever. ഭയങ്കര ടെമ്പറേച്ചറാണ്. കർത്താവെ, IELTS പഠിച്ചത് മുഴുവൻ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഇതാ പറയുന്നത് സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കാണ്. പിന്നെ സിവിയർ വെരി too much headache. Give me some antibiotics. No paracetamol, only antibiotic. Very high dose. I want antibiotics. You know Dr. Chandi, St. Mary's Hospital, he always give me antibiotics. So I want antibiotics. Fever? And your letter 999. Aye. Your letter 999 for antibiotics. No problem. Sorry, knee bother. Anybody else home? No. Okay, gentlemen. Would you mind coming with us, please? Everything will be alright. എന്നാ നീ? Are you coming in distress? Dress. ഓക്കെ അത് ഞാൻ ചെയ്യാം. ഓ രക്ഷപ്പെട്ടു. മരുന്ന് കിട്ടുമായിരിക്കും. എന്നാലും ഇതവൻ എവിടെ പോയി കാണും? നീ പേടിക്കാതിരി. ഒന്നും അല്ലെങ്കിൽ അവൻ PhD വരെയൊക്കെ എടുത്തതല്ലേ. ഒന്നും സംഭവിക്കില്ലെന്നേ. ചുമ്മാ ഇരുന്ന് മുഷിഞ്ഞപ്പം എല്ലാം നടക്കാനോ വല്ല ഇറങ്ങിയതായിരിക്കും. ഇനി വഴിയെങ്ങാനും തെറ്റിപ്പോയോ? നീ ചുമ്മാ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കുക. എന്തായാലും അവൻ്റെ കയ്യിൽ നമ്മുടെ ഫോൺ നമ്പറൊക്കെ ഉണ്ടല്ലോ. എന്നാലും എന്റെ കർത്താവേ, നേർച്ച നേരാൻ വല്ലതും പോവുകയാണോ? ഇന്നത്തെ പൗണ്ടിന്റെ റേറ്റും കൂടെ ഒന്ന് നോക്കിയിട്ട് മതി കേട്ടോ. അത് ഞാൻ അന്നേ ഒരു പൗണ്ട്. എന്റെ അനിയനല്ലേ പോയത്. അളിയാ, നീ ഇത്ര നേരം എവിടെയായിരുന്നു അളിയാ? ഞാൻ ആ ഹോസ്പിറ്റൽ വരെ പോയി സ്ഥലം മരുന്ന്. ഹോസ്പിറ്റലോ? ഏത് ഹോസ്പിറ്റല്? എന്താ ഒരു സദേൺ ഹോസ്പിറ്റലോ? ഇവിടുത്തെ ഓരോരോ സിസ്റ്റം അടിപൊളിയാ. എല്ലാം നല്ല സിസ്റ്റമാറ്റിക്കാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു ചെറിയ പനിയായിരുന്നാൽ പോലും എത്ര ഡിപ്പാർട്ട്മെന്റ് എന്നെ കൊണ്ടുപോയത്, എത്ര ഡോക്ടർമാരെന്നെ നോക്കിയത്. അടുത്ത ആഴ്ചത്തേക്ക് അപ്പോയിന്റ്മെന്റും തന്നു. നീ വല്ല സ്വപ്നം കണ്ടതാണോ? അങ്ങനെയാ ഞങ്ങൾ കുടുംബക്കാര്. ഇത് ഞാനെ പോലെയൊന്നുമല്ല. എന്നാലും നീ എങ്ങനെയാ ഹോസ്പിറ്റൽ കണ്ടുപിടിച്ചത്? ഇവിടെ ഒരാൾക്കാണെങ്കിൽ ടോയ്ലറ്റിൽ പോകാൻ പോലും ടോം വേണം. എന്നാലും അളിയാ, നീ ഇതെങ്ങനെ സാധിച്ചെടുത്തു? സിമ്പിൾ, ജസ്റ്റ് എ ഫോൺ കോൾ. നിന്നെ സമ്മതിക്കണം കേട്ടോ. നീ ഇവിടെ ഇരുന്ന് ഫോണും ചെയ്ത് GPയിൽ അപ്പോയിന്റ്മെന്റും മേടിച്ച്, അവിടുന്ന് നീ ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റും മേടിച്ച്, അതും ഇന്ന് തന്നെ. അത്രയ്ക്കൊന്നും ഞാൻ ചെയ്തില്ല. അവരെന്നെ വന്ന് ആംബുലൻസിലല്ലോ കൊണ്ടുപോയത്. കുറേയൊക്കെ ഞാനും പഠിച്ചു. എടാ, നീ ട്രിപ്പിൾ തേനെങ്ങാനും ആണോടാ വിളിച്ചത്? അത് തന്നെ. എന്നാലും അവര് നിനക്ക് എന്നാ മെഡിസിനാണ് തന്നത്? നീ ആ പ്രിസ്ക്രിപ്ഷൻ കാണിച്ചേ. ഇത് സൈക്കാട്രിക് മെഡിസിൻ ആണല്ലോടാ. എന്റെ കർത്താവേ, നിനക്കാണ് 11 ഡേ ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റിനും കൂടി തന്നിട്ടുണ്ട് അവരിതില്.